നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് കഴിഞ്ഞ എക്സാമിന്റെ എഡ്യൂക്കേഷന്റെ പേപ്പറിന്റെ പേപ്പർ 1 ഉണ്ടായിരുന്ന മാത്സിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. 3 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ആ സെറ്റിൽ നിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഓക്കെ, ആ 3 ചോദ്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ ചെയ്യുന്ന സമയത്ത് എന്റെ കൂടെ ചെയ്യാൻ ശ്രമിക്കുക. ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കുക. അത് എത്ര ചെറിയ ഡൗട്ട് ആണെങ്കിലും എന്ത് ചെയ്യുക, അത് ക്ലാരിഫൈ ചെയ്തിട്ട് തന്നെ പോവാം. ഓക്കെ, ചില സമയത്ത് ഞാൻ ഓൾറെഡി ഇവിടെ അതിനെ കമ്പൈൽ ചെയ്തിട്ട് ഇവിടെ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ബോർഡിൽ എഴുതുന്ന സമയത്ത് അതിന്റെ ഒരു ഫ്ലുവൻസിയിലായിരിക്കും ഞാൻ ചിലപ്പം ചില സ്റ്റേജുകളൊക്കെ ഇങ്ങനെ എഴുതി പോകുന്നുണ്ടാവുക. ആ സ്റ്റേജുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് കാണിക്കോ. കൂട്ടുന്നതായാലോ കുറയ്ക്കുന്നതായാലോ ഹരിക്കുന്നതായാലോ മൾട്ടിപ്ലിക്കേഷൻ ആയാലോ വട്ടെവർ ഇറ്റ് ഈസ്, അതൊന്ന് ചെയ്ത് കാണിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞ് അത് ചെയ്ത് കാണിച്ചിട്ട് തന്നെ നമ്മൾ മൂവ് ചെയ്യുള്ളൂ. ഞാൻ ഓൾറെഡി ഇവിടെ ചെയ്ത് എന്റെ കയ്യിൽ സാധനം ഇരിക്കുന്നതുകൊണ്ടാണ് ചിലപ്പോൾ എന്റെ ഞാൻ ചെയ്യുന്നതിന് അത്രയും സ്പീഡ് ഉണ്ടാവുക. ഓക്കെ, തുടക്കത്തിൽ ഞാൻ അതിനെ കമ്പയർ ചെയ്യാൻ ഞാൻ എടുത്ത സമയം ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്ന അതേ സമയം തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എടുക്കുന്നതിനേക്കാൾ ചിലപ്പോൾ ഇരട്ടി സമയം എടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പം അതിന്റെ ഒരു ഫ്ലുവൻസിയിലാണ് ഞാൻ ബോർഡിൽ എഴുതുന്നുണ്ടാവുക. അപ്പൊ ചെയ്ത് കാണിക്കേണ്ട അല്ലെങ്കിൽ ഒരു വട്ടം കൂടി പലവട്ടം കൂടി പറയേണ്ട സംഭവങ്ങളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് മെൻഷൻ ചെയ്യാം. നമ്മളത് പറഞ്ഞ് ക്ലാരിഫൈ ചെയ്തിട്ട് തന്നെ പോവുള്ളൂ. ഓക്കെ, ഓക്കെ ആണോ? നമുക്ക് മൂവ് ചെയ്യാലോ അല്ലെ? ഓക്കെ, മാത്സ് ആണ്, അതുകൊണ്ട് പേടിക്കേണ്ട സബ്ജക്റ്റ് ആണ് എന്നുള്ള മൈൻഡിലൊക്കെ ഇരിക്കുന്ന ആളുകൾ ഉണ്ടാവും. അങ്ങനെ നമുക്ക് പേടിക്കേണ്ട ഒരു സബ്ജക്റ്റ് ഒന്നല്ല നെറ്റിന്റെ മാത്സ് എന്ന് പറയുന്നത്. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ച മാത്സ് ആണ് ചോദിക്കുന്നതെന്ന് പറയുന്നെങ്കിൽ പോലും അത് മുഴുവനൊന്നും നമ്മളോട് ചോദിക്കുന്നില്ല. വളരെ അപൂർവമായിട്ടുള്ള ബേസിക്കുകളിൽ നിന്ന് മാത്രം ചോദ്യം വരുന്ന ഒരു ഏരിയ ആണ് അത്. അതിന്റെ ഒരു മെത്തേഡ് കത്തിക്കഴിഞ്ഞാൽ, ഓക്കെ, അത് ചെയ്യേണ്ട രീതി കത്തിക്കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. കഴിയുന്നതും ഈ എളുപ്പ വഴികൾ, ഷോർട്ട് കട്ടുകൾ പഠിക്കാതിരിക്കുക. ഷോർട്ട് കട്ടുകൾ പഠിച്ചാൽ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷോർട്ട് കട്ടുകൾ ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആ ടോപ്പിക്കിൽ നിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന സമയത്ത് ഞാൻ ഷോർട്ട് കട്ടുകളല്ല പറയാ, ഞാൻ പറയാ ആസ് എ ബിഗിനർ ആ ചോദ്യം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും ഷോർട്ട് കട്ട് ഒന്നും ഇല്ലാതെ അതിന്റെ ഒരു സയന്റിഫിക് മെത്തേഡിൽ എങ്ങനെയായിരിക്കും ഉത്തരത്തിലേക്ക് എത്തുക എന്നുള്ളതായിരിക്കും നമ്മൾ ചെയ്യുന്ന രീതി. കൂടുതൽ പറയുന്നില്ല, നമുക്ക് ചോദ്യം ചെയ്ത് മുമ്പോട്ട് പോവാം. ആദ്യത്തെ ചോദ്യം ഒരു നമ്പർ സീരീസ് എന്നുള്ള ചോദ്യമാണ്. ഓക്കെ, മൂവിങ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഇതാണ് ചോദ്യം. ഈ ചോദ്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു നമ്പർ സീരീസ് തന്നിട്ട് അതിലെ തെറ്റായ ടേം ഏതാണ്, ആ സീരീസിന്റെ ഒരു ഫ്ലോ തെറ്റിക്കുന്ന ഒരു ടേം അതിന്റെ അകത്തുണ്ട്. ആ ടേം ഏതാണെന്നാണ് ചോദിക്കുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. കുറച്ചൊരു സമയം ഞാൻ തരാം. ഞാൻ കാണിച്ചു തരും എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത്. ഇത് പക്ഷെ നിങ്ങൾക്ക് ഒരു പ്രയർ സാധനം ഇല്ലാണ്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കി ഉത്തരം പറയാൻ പറ്റുന്ന ഒരു ചോദ്യം ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കോ, സമയം എടുത്തോളൂ. തന്നിരിക്കുന്ന സീരീസിൽ ഒരു ടേം, ഒരക്കം തെറ്റാണ്. അതിന്റെ സീരീസിന്റെ റൂള് തെറ്റിച്ചുകൊണ്ട് ഒരാള് അതിനകത്ത് ഇരിക്കുന്നുണ്ട്. ഫൈൻ ദാറ്റ് ഇറഗുലർ വൺ. ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി കേട്ടോ. ഓപ്ഷൻ സി പറയുന്നുണ്ട് 1738. ഈ സി കിട്ടിയ സി എന്തുകൊണ്ടാ കിട്ടിയെന്നുള്ളത് ഒന്ന് ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ വോയിസ് അൺമ്യൂട്ട് ചെയ്തിട്ടോ പറയാൻ പറ്റുമോ? അതായത് 12×3 36, 36×12 അങ്ങനെ 12×3 36, പിന്നെ 36×12 144, 144×36 432. പിന്നെ വരേണ്ടത് 51 84 ആകുമ്പോൾ 432 അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. 12×3 36, 36×12 144, 144×36. ഞാൻ 12×36 കിട്ടിയപ്പോ ഇത് രണ്ടും കിട്ടിയപ്പോ ഞാനൊരു ദിവസം വെച്ചിട്ടാണ് 1730 ഇട്ടത്. ഓക്കെ, ബാക്കി പറഞ്ഞ രണ്ടുപേര് സി പറയാനുള്ള കാരണം? ആദ്യം 3×4 =12, പിന്നെ 12×3 36, പിന്നെ 3×4, അങ്ങനെ ആ ഒരു ശ്രേണിയിലെ പോണ് ആദ്യം. അങ്ങനെയാണോ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഞാൻ ആദ്യത്തെ ആള് പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടിയ മെത്തേഡ് അല്ലാതെ വേറെ മെത്തേഡ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചത്. മാത്സ് ആയതുകൊണ്ട് തന്നെ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ പല മെത്തേഡുകൾ ഉണ്ടാവും. മെത്തേഡുകൾ പലതും ഉണ്ടാവും, ഉത്തരം
ഒന്നായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഉത്തരം കിട്ടിയപ്പം ഞാൻ കണ്ടുപിടിച്ചതല്ലാത്ത മറ്റേതെങ്കിലും മെത്തേഡ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ചോദിച്ചത്. അപ്പൊ ആദ്യത്തെ ആള് പറഞ്ഞപ്പോൾ ഞാൻ വേറെ ആ ഒരു മെത്തേഡ് ഓക്കെ ആയിരിക്കുമെന്ന് ഇങ്ങനെ ഫീൽ ചെയ്തു. പക്ഷെ അവസാനത്തേക്ക് അത് പക്ഷെ വർക്കാവില്ല. ഞാനൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് തന്ന സീരീസ് 3, 12, 36, 144, 432, പിന്നെ 1738, 5184. ഇതിലെ റോങ് ടേം ആ സീരീസിന്റെ താളം തെറ്റിക്കുന്ന ഒരാൾ അതിനകത്തുണ്ട്. അത് ഓപ്ഷൻ സി ആണ്, 1738. ഇതെങ്ങനെയാ കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ നമ്പർ സീരീസ് നമ്മളിങ്ങനെ ചെയ്ത് നമുക്കൊരു തഴക്കം വരാനുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെ കുറേ നമ്പർ സീരീസ് ഇങ്ങനെ ചെയ്ത് നമുക്ക് വരുന്നൊരു തഴക്കമുണ്ട്. ആ തഴക്കത്തിൽ നിന്ന് നമുക്ക് ഇന്നതായിക്കൂടെ എന്നുള്ളൊരു തോന്നൽ വരാനുണ്ട്. ആ തോന്നൽ നമ്മൾ കുറേ സാധ്യതകൾ അതിനകത്തേക്ക് ഫില്ല് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ ചെയ്ത് നോക്കുന്ന സാധ്യത ചിലപ്പോൾ തെറ്റാവും, നമുക്ക് ഉത്തരം കിട്ടൂല. രണ്ടാമത്തെ ചെയ്ത് നോക്കും, മൂന്നാമത്തെ, അങ്ങനെ കുറേ നമ്മൾ പഠിച്ച സാധ്യതകളൊക്കെ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്പർ സീരീസുകൾ പൊതുവെ സോൾവ് ചെയ്യാറുള്ളത്. ഓക്കെ. അപ്പൊ ഇതിൽ 3, 12, 32 അപ്പൊ പരസ്പരമുള്ള അടുത്തടുത്ത നമ്പറുകൾ തമ്മിലുള്ള വ്യത്യാസം ഭയങ്കര വലിയ ഡിഫറൻസ് ആണ്. അതിൽ നമുക്ക് ഒരു കണക്ഷൻ 3ഉം 12 തമ്മിലുള്ള ഡിഫറൻസ് 9 ആണ്. 12, 36 തമ്മിലുള്ള ഡിഫറൻസ് 24 ആണ്. 36, 144 തമ്മിലുള്ള ഡിഫറൻസ് 108 ആണ്. 144, 432 തമ്മിലുള്ള ഡിഫറൻസ് ഏകദേശം 280 അടുത്ത് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ അക്കങ്ങൾ തമ്മിലുള്ള ഡിഫറൻസുകൾ തമ്മിലുള്ള കണക്ഷൻ, ഒരു ഡയറക്റ്റ് കണക്ഷൻ ഒന്നും, ഒരു സീരീസ് ആക്കാൻ മാത്രമുള്ള കണക്ഷൻ ഒന്നും നമുക്ക് എന്ത് ചെയ്യൂല, അതിന്റെ ഡിഫറൻസ് എടുത്താൽ കിട്ടൂല. സാധാരണ നമ്മൾ ഡിഫറൻസ് എടുത്തിട്ടാണ് ചെയ്യാറുള്ളത്. ഇവിടെ അത് നടക്കൂല, ഇവിടെ അത് വർക്ക്ഔട്ട് ആവില്ല എന്നുള്ളതാണ്. പിന്നെ ആദ്യത്തെ ആള് പറഞ്ഞതുപോലെ 3 × 12 36 ആണ്. 12 × 36 144 ആണ്. പക്ഷെ 36 × 144 432 അല്ല. അപ്പം ആ മെത്തേഡും അവിടെ വർക്ക് ആവൂല്ല എന്ന് എന്ത് ചെയ്യണം, നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക? പിന്നെ ഒരാൾ പറഞ്ഞല്ലോ, അടുത്ത ആള് പറഞ്ഞ സമയത്ത് അയാളുടെ മെത്തേഡ് ആണ് ശരിയായ മെത്തേഡ്. ഓക്കെ, അയാളുടെ മെത്തേഡ് ആണ് ശരിയായ മെത്തേഡ്. അതായത് 3നെ 4 കൊണ്ട് ഗുണിച്ച 12 കിട്ടും. 12നെ 3 കൊണ്ട് ഗുണിച്ചാൽ 36 കിട്ടും. 36നെ 4 കൊണ്ട് ഗുണിച്ചാൽ 144 കിട്ടും. 144നെ 3 കൊണ്ട് ഗുണിച്ചാൽ 400. അതായത് 4, 3, 4, 3, 4, 3 ഗുണിതങ്ങളായിട്ട് ഞാൻ ജസ്റ്റ് ഒരു പേന എടുത്തിട്ട് എഴുതി കാണിച്ചു തരാം. ഇവിടെ പോയി നമ്മുടെ പേന. യെസ്. 3നെ 4 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 12 കിട്ടും. 12നെ അടുത്ത രണ്ടാമത്തെ അക്കമായ 12നെ 3 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 36 കിട്ടും. ഇനി ഇതേ 36നെ 4 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 144 കിട്ടും. ഈ 144നെ 3 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 432 കിട്ടും. എന്ന് പറഞ്ഞാൽ 4, 3, 4, 3 തൊട്ടടുത്ത സംഖ്യയെ 4 കൊണ്ട്, ദെൻ അടുത്ത സംഖ്യയെ 3 കൊണ്ട്, ദെൻ അടുത്ത സംഖ്യയെ 4 കൊണ്ട്, 4, 3, 4, 3 മൾട്ടിപ്ലിക്കേഷനിലാണ് എന്ത് പോണത്, ഈ സീരീസ് നീങ്ങുന്നത് എന്നുള്ളൊരു മനസ്സിലാക്കലാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു സീരീസ് മനസ്സിലായോ? 4, 3, 4, 3 മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത് എന്നുള്ളത് ഇതുവരെ ഓക്കെ ആണോ? യെസ്. ഓക്കെ. ഇനി അടുത്ത ചെയ്യണ സമയത്ത് സ്വാഭാവികമായും അടുത്ത അക്കം എങ്ങനെയാ വരിക? അടുത്ത അക്കം എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതായിരിക്കും? 4 കൊണ്ട്. ആരെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്? 432നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതായിരിക്കും അടുത്ത സംഖ്യ. 432നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത സംഖ്യ ഒന്ന് നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടുവോ? ആരൊട്ടിട്ടുണ്ട്? 1728 വരിക. പക്ഷെ ഇവിടെ ഉള്ളത് എന്താ? 1738 ആണുള്ളത്. അപ്പൊ തെറ്റായ ആള് ആരാണ്? 1738 ആണ്. തൊട്ടടുത്ത സംഖ്യ കിട്ടാൻ എന്തുകൊണ്ട് ഗുണിക്കണം? 1728 × 3. 1728നെ 3 കൊണ്ട് ഗുണിക്കണം. 1728നെ 3 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കറക്റ്റ് 5184 കിട്ടും. ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അപ്പൊ ഇത്ര വരെ ശരിയാണ്, ഇതും ശരിയാണ്, ഇയാള് മാത്രമാണ് തെറ്റിയ മനുഷ്യൻ. സോ ദാറ്റ്സ് എ റോങ് വൺ. സത്യോ? യെസ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യട്ടെ. ക്യാൻ വി മൂവ് ടു ദ നെക്സ്റ്റ്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്.
ഈ ഒരു എഡ്യൂക്കേഷണൽ സെറ്റിന്റെ ഒരു പ്രത്യേകത സിമ്പിൾ ഇൻട്രസ്റ്റ് നിന്ന് 2 ചോദ്യങ്ങൾ ഒരേ സെറ്റിൽ ചോദിച്ചിരുന്നു എന്നുള്ളതാണ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പ്രത്യേകത കേട്ടോ. പൊതുവെ ഇൻട്രസ്റ്റിന്റെ ഒരു ചോദ്യമൊക്കെ വരാറുള്ളൂ, പക്ഷെ ഈ സെറ്റിൽ ഇൻട്രസ്റ്റിന്റെ 2 ചോദ്യം ഉണ്ടായിരുന്നു. ആ 2 ചോദ്യം സിമ്പിൾ ഇൻട്രസ്റ്റിൽ നിന്നായിരുന്നു. അപ്പൊ എനിക്ക് ഇൻട്രസ്റ്റിന്റെ ചോദ്യം ഒന്നേ ചോദിക്കൂ, അല്ലെങ്കിൽ ഒന്ന് സിമ്പിൾ ഇൻട്രസ്റ്റ് ചോദിച്ചാൽ മറ്റേത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിരിക്കും എന്നുള്ള മെത്തേഡോ അങ്ങനൊന്നും അവർ ഫോളോ ചെയ്യുന്നില്ല. രണ്ടും ഇൻട്രസ്റ്റിന്റെ 5 ചോദ്യങ്ങൾ 2 ചോദ്യം ഇൻട്രസ്റ്റിന്റെ ചോദിച്ചു, 2 സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ചോദിച്ചു എന്നുള്ളൊരു സെറ്റായിരുന്നു. അപ്പൊ അവർക്ക് തോന്നിയ പോലെയാണ് ഒരു ചോദ്യം പിക്ക് ചെയ്യുന്നത്. എന്തും വരാം എന്നുള്ളൊരു, നമ്മളുടെ സിലബസിലുള്ളത് എന്തും വരാം എന്നുള്ള സാധനത്തിലേക്കാണ്. ഓക്കെ, അപ്പൊ ചോദ്യം നമുക്ക് വായിച്ചു നോക്കാം. The interest earned on 8,000 rupees when invested in some scheme for 2 years at 7% simple interest per annum is half of the interest earned on another amount P invested for 5 years in the same scheme at the same rate of interest. Find the value of P. എന്തെങ്കിലും മനസ്സിലായോ? ചോദ്യത്തിന്റെ മീനിങ് എന്താണ്, ചോദ്യത്തിൽ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായോ? എനിവൺ മനസ്സിലായ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇന്റർപ്രറ്റ് ചെയ്യോ? വാട്ട് ഇസ് ദ കോണ്ടെക്സ്റ്റ്? അവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് 8,000, പ്രിൻസിപ്പൽ എമൗണ്ട് 8,000, പിന്നെ റേറ്റ് വരുന്നത് 7%. പിന്നെ ടൈം പറയുന്നത് നമ്മള് 2 years ആണ് പറയുന്നത്. 2 years. ഇതിനെ നമ്മള് ഹാഫ് ഓഫ് ഇയറിനായിട്ട് ഈക്വൽ ആക്കണതല്ലേ? ഹാഫ് ഓഫ് ദ ഇയർ വന്നിട്ട് ഈക്വൽ ആക്കുന്നതല്ല. ഓക്കെ, എനിവേ നമ്മള് മാത്സിന്റെ ചോദ്യങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത, മാത്സിന്റെ ചോദ്യങ്ങൾ കാണുമ്പോൾ പറഞ്ഞു നോക്കാം. ചോദ്യം ഉദ്ദേശിച്ചത് എന്താണ് എന്ന് മനസ്സിലാക്കലാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ചോദ്യം ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കലാണ് ഫസ്റ്റത്തെ സ്റ്റേജ്. ചോദ്യത്തിൽ പറഞ്ഞ കഥയെ മാത്തമാറ്റിക്കലി എഴുതുന്നതാണ് 2ാമത്തെ സ്റ്റേജ്. ഈ 2ാമത്തെ സ്റ്റേജ് കഴിയുന്നതോടുകൂടി ഉത്തരത്തിലേക്ക് എങ്ങനെ പോകണം എന്നുള്ളതിനെ പറ്റി ഒരു വെളിപാട് നമുക്ക് ഉണ്ടാവും. ഓക്കെ, ചോദ്യത്തിന്റെ മീനിങ് മനസ്സിലാകുകയും ചോദ്യത്തിൽ പറഞ്ഞ കഥയെ മാത്തമാറ്റിക്കലി എഴുതി വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു വെളിപാട് സ്വാഭാവികമായി നമുക്ക് വരും. ഒരുപാട് ചോദ്യങ്ങൾ ചെയ്ത് പരിശീലിച്ചൊരു കുട്ടിയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ 2ാമത്തെ സ്റ്റേജോടുകൂടി മുമ്പോട്ട് എങ്ങനെ പോകണം എന്നുള്ളതിനെ കുറിച്ചൊരു വഴി മുമ്പിൽ തെളിഞ്ഞു വരും എന്നുള്ളതാണ്. അപ്പൊ ആദ്യത്തെ സ്റ്റേജ്, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റേജ് ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ദ ക്വസ്റ്റ്യൻ എന്നുള്ളതാണ്. ഇപ്പൊ ചോദ്യത്തിന്റെ മീനിങ് നോക്കാം. ദ ഇൻട്രസ്റ്റ് ഏൺഡ് ഓൺ ₹8,000 when invested in some scheme for 2 years at 7% simple interest. അതായത് 2 വർഷത്തേക്ക് 7% പലിശ നിരക്കിൽ, സിമ്പിൾ ഇൻട്രസ്റ്റ് പലിശ നിരക്കിൽ ഒരാള് ഒരു സ്കീമില് 8,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അയാൾക്ക് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇൻട്രസ്റ്റ് എത്രയാ കിട്ടിയെന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. 2 വർഷത്തേക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് സ്കീമിൽ 7% പലിശ നിരക്കിൽ ഒരു ചങ്ങാതി 8,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് അയാൾക്ക് അതിന് പലിശ കിട്ടിയിട്ടുണ്ട്. ഇനിയോ, പെർ ആനം is half of the interest earned on another amount P invested for 5 years in the same scheme at the same rate of interest. Find the value of P. അവിടുന്ന് അങ്ങോട്ടാണ് നമ്മളെ കൺഫ്യൂസിങ് ആക്കുന്ന ഒരു എലമെന്റ് ഉള്ളത്. ചോദ്യത്തിന്റെ സെന്റൻസ് കൃത്യമായി മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണതൊക്കെ തെറ്റിപ്പോകും. പറയാണ് പെർ ആനം ഈസ് ഹാഫ്, അതായത് നേരത്തെ 8,000 രൂപയ്ക്ക് 2 വർഷത്തേക്ക് ഒരു വർഷത്ത് 7% പലിശ നിരക്കിൽ ഒരാൾക്ക് എന്ത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2 വർഷത്തെ ഒരു സ്കീമാണ്. അങ്ങനെ ആദ്യത്തെ വർഷം അയാൾക്ക് ഒരു ഇൻട്രസ്റ്റ് അതിന് കിട്ടിയിട്ടുണ്ടാവും. പെർ ആനം ഈസ് ഹാഫ് ഓഫ് ദ ഇൻട്രസ്റ്റ് earned on another amount P invested for 5 years in the same scheme at the same rate of interest. ഇതേ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് ഇതേ 7% പലിശ നിരക്കില് ഇതേ സ്കീമില് 5 വർഷത്തേക്ക് അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, വേറൊരു എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനാണ് പി എന്ന് വിളിക്കുന്നത്. ആ പി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എത്ര ഒരു എമൗണ്ട് അയാൾ രണ്ടാമതൊരു സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 5 വർഷത്തേക്കാണ് അയാൾ ഇൻവെസ്റ്റ് ചെയ്തത്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അയാൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കേസിലുള്ള ഇൻട്രസ്റ്റിന്റെ ഡബിൾ അയാൾക്ക് കിട്ടുമെന്നുള്ളതാണ്.
ഓക്കെ, ആദ്യത്തെ കേസിൽ അയാൾക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടിയോ ആ ഇൻട്രസ്റ്റിന്റെ ഡബിൾ, അതായത് ചോദ്യം ഇത്രയേ ഉള്ളൂ, 5 വർഷത്തേക്ക് സെയിം സ്കീമില് ഒരാള് എത്രയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആ 5 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ മേലെ കിട്ടുന്ന ഇൻട്രസ്റ്റിന്റെ നേർപകുതിയാണ് ഈ 8000ന്റെ കേസിൽ അയാൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്നാണ് ചോദ്യം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പി എന്ന് പറയുന്ന എമൗണ്ട് 5 വർഷത്തേക്ക് മേൽപ്പറഞ്ഞ സ്കീമിൽ സിമ്പിൾ ഇൻട്രസ്റ്റിൽ അയാൾ ഇൻവെസ്റ്റ് ചെയ്തപ്പം അയാൾക്ക് എത്രയോ ഒരു ഇൻട്രസ്റ്റ് കിട്ടി, അതിനെ നമ്മൾ എക്സ് എന്ന് വിളിച്ചാൽ അതിന്റെ നേർപകുതി ഹാഫ് ഇൻട്രസ്റ്റ് ആണ് 8000ന്റെ കേസിൽ 2 വർഷം കൊണ്ട് അയാൾക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യം പറഞ്ഞ കേസിലെ പി എത്രയാണെന്നാണ് ചോദ്യം. ചോദ്യം കൃത്യമായി മനസ്സിലായോ? ചോദ്യം ക്ലിയർ ആയോ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നോട് പറയോ? ഇത് പറയാം. ഒരാള് എത്രയോ ഒരു എമൗണ്ട്, ഇത് ഈ കുത്തി വരഞ്ഞൊക്കെ മായ്ക്കട്ടെ. ഒരാള് എത്രയോ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, അതിനെയാണ് പി എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 5 വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ദ സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നാണ് പറഞ്ഞാൽ മേൽപ്പറഞ്ഞ സെയിം ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 7% പലിശ നിരക്കിൽ. 7% പലിശ നിരക്കിൽ എത്രയോ ഒരു എമൗണ്ട് 5 വർഷക്കാലത്തേക്ക് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അയാൾക്ക് ഇൻട്രസ്റ്റ് ഏൺ ചെയ്യാൻ പറ്റി. ആ ഇൻട്രസ്റ്റ് ഏൺ ചെയ്തതിന്റെ നേർപകുതിയാണ് ഈ 8000ന്റെ കേസിൽ അയാൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ 8000 രൂപയ്ക്ക് അയാൾക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടിയോ അതിന്റെ ഡബിൾ ഇൻട്രസ്റ്റ് 5 കൊല്ലത്തെ രണ്ടാമത്തെ സ്കീം ഉപർക്ക് കിട്ടിയെന്നർത്ഥം. ഇപ്പൊ കത്തിയോ? രണ്ടാമത്തെ കേസിലെ ഇൻട്രസ്റ്റിന്റെ നേർപകുതിയാണ് ആദ്യത്തെ കേസിലെ ഇൻട്രസ്റ്റ്. അതാണ് സാധനം. അതിനെങ്ങനെ വായിക്കാം? ആദ്യത്തെ കേസിലെ ഇൻട്രസ്റ്റിന്റെ ഡബിള് രണ്ടാമത്തെ കേസിൽ കിട്ടിയെന്ന് പറയാം. ഇപ്പൊ കത്തിയോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കേസിൽ പി എത്രയാണ് എന്നാണ് ചോദ്യം. നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഈ പറഞ്ഞ കഥകളെ നമുക്ക് എന്ത് ചെയ്താൽ മതി? മാത്തമാറ്റിക്കലി എഴുതിയ നമുക്ക് മുമ്പോട്ടുള്ള വഴി തെളിയുന്നുള്ളതാണ്. ഞാനൊരു വൈറ്റ് സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഷെയർ ആയിട്ടില്ലെങ്കിൽ ഒന്ന് പറയാട്ടോ. ഷെയർ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് തംസ് അപ്പ് ചെയ്യാം, ഷെയർ ആയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, യെസ്, ഗുഡ്. നോക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് പറഞ്ഞ കഥകളെ ഒന്ന് എഴുതാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് കേസ് ആണ്. ദിസ് ഇസ് ഫസ്റ്റ് സ്കീം. ആദ്യത്തെ സ്കീമിന്റെ കഥ നമുക്ക് പറയാം. ഓക്കെ, ആദ്യത്തെ സ്കീമില് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 8000 ആണ്. അത് 2 വർഷത്തേക്കാണ്, ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 2 വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 7% പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് അറിയുന്നൊരു കാര്യമുണ്ട്, സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു PRT/100 ആണ്. ഓക്കെ, ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ. അതിവിടെ സൈഡിൽ ഇങ്ങനെ നിന്നോട്ടെ. അപ്പൊ ഈ ഒരു ആദ്യത്തെ കേസിൽ 8000 രൂപ പ്രിൻസിപ്പൽ എമൗണ്ട്, 2 വർഷ കാലയളവ്, 7% പലിശ. അപ്പൊ ആദ്യത്തെ സ്കീമില് അയാൾക്ക് കിട്ടിയിട്ടുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PRT/100 ആണ്. പി എന്ന് പറഞ്ഞാൽ 8000, പ്രിൻസിപ്പൽ എമൗണ്ട് 8000 ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 7, ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 2 ഡിവൈഡഡ് ബൈ 100. 2 0 വെട്ടുന്നു, 2 0 വെട്ടുന്നു. 80നെ 7 കൊണ്ട് ഗുണിച്ച് എഗെയിൻ 2 കൊണ്ട് ഗുണിക്കുമ്പോ നമുക്ക് കിട്ടുന്ന ഉത്തരം 1120 എന്നായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ആദ്യത്തെ കേസിൽ എത്ര ഇൻട്രസ്റ്റ് കിട്ടി? 2 കൊല്ലത്തിന് ശേഷം 1120 ഇൻട്രസ്റ്റ് കിട്ടി. ഇനി രണ്ടാമത്തെ സ്കീമിൽ പറഞ്ഞ കഥ എന്താ? 5 വർഷത്തേക്ക് എത്രയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. പലിശയൊക്കെ ആദ്യത്തെ കേസിൽ ഉണ്ടായിരുന്ന അതേ സാധനം തന്നെ, 7%. പക്ഷെ വർഷത്തിന് വ്യത്യാസമുണ്ട്, 5% ആണ്. പക്ഷെ കണ്ടീഷൻ എന്താ? ആദ്യത്തെ കേസിൽ ഉണ്ടായിരുന്ന ഇൻട്രസ്റ്റിന്റെ ഡബിൾ ഇൻട്രസ്റ്റ് എപ്പ കിട്ടുന്നുണ്ട്? ഇപ്പൊ കിട്ടുന്നുണ്ട്. ഓക്കെ, ഈ പറഞ്ഞത് വരെ ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ സ്കീമിലേക്ക് വരാണ്. വി ആർ മൂവിങ് ടു ദ സെക്കൻഡ് സ്കീം. രണ്ടാമത്തെ സ്കീമിലേക്ക് വരുമ്പം പി എത്രയാന്ന് നമുക്ക് അറിയില്ല, നമ്മൾ കണ്ടുപിടിക്കണം. പക്ഷെ ടി എത്രയാന്ന് നമുക്കറിയാം. രണ്ടാമത്തെ കേസിലെ ടൈം പീരീഡ് ടി എത്രയാ? 5 years. 5 years. ആർ എത്രയാ? 7 years. 7%. 7%. നമുക്ക് 7 എന്ന് എഴുതാം. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ എന്താ? PRT/100. PRT മൊത്തം വായിക്കണേ. SI is equal to PRT/100. രണ്ടാമത്തെ കേസിൽ SI നമുക്ക് അറിയൂലേ? SI മീൻസ് സിമ്പിൾ ഇൻട്രസ്റ്റ്. രണ്ടാമത്തെ കേസിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് നമുക്ക് അറിയൂലേ?
ഇതിന്റെ ഡബിൾ ആണെന്നല്ലേ പറഞ്ഞേ? ഇതിന്റെ ഡബിൾ ആണെന്നാ പറഞ്ഞ. അപ്പൊ നമുക്ക് അറിയൂലേ? അറിയും. അറിയും. എത്ര വരും? 1120 into 2 കൊണ്ട് എത്ര വരും? 2240. അപ്പൊ SI ഈസ് ഈക്വൽ ടു P നമുക്ക് അറിയൂല. P ഇൻറ്റു R എത്രയാ? 6, 7 6, 7. P into 5 by 100. ഇത് നമുക്ക് സോൾവ് ചെയ്ത് നോക്കേ. 2240 ഈസ് ഈക്വൽ ടു 7 ഇൻറ്റു 5 35 P by 100. P ആണ് നമുക്ക് അറിയാത്തത്. നമ്മൾ സോൾവ് ചെയ്തു വന്ന ഇക്വേഷനിലെ അൺനോൺ ഫിഗറും P ആണ്. അപ്പൊ അൺനോൺ ആയിട്ടുള്ള Pനെ നമുക്ക് എങ്ങോട്ട് എടുക്കാം? അൺനോൺ ആയിട്ടുള്ള Pനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, Pനെ നമ്മൾ പുറത്തേക്ക് എടുക്കാന്ന് പറയുമ്പം 2240 ഇരുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ആരെ കൊണ്ടുവരുന്നത്? Pനെ കൊണ്ടുവരുന്നത്. അപ്പൊ സ്വാഭാവികമായും 2240 അപ്പുറത്തേക്ക് പോണം. ഓക്കെ, 2240 അപ്പുറത്തേക്ക് പോവും. അപ്പുറത്തേക്ക് വെറുതെ പോവൂല, പകരം എന്താവും? ഇപ്പുറത്ത് Pന്റെ കൂടെ ഉണ്ടായിരുന്ന 35/100 എന്ന് പറയുന്ന സാധനം തല കുത്തനെ നിൽക്കും. എന്ന് പറഞ്ഞാൽ 100 മേലെയും 35 താഴെയായിട്ട് നിൽക്കും. ഓക്കെ, ഇങ്ങനെ അതിന്റെ സ്ഥാനചലനം സംഭവിക്കും. ഓക്കെ, 2240 ഇരുന്നിടത്ത് P വരും. P ഇരുന്നിടത്തേക്ക് ആര് പോവും? 2240 പോവും. പിന്നെ Pന്റെ കൂടെ ഒട്ടി നിന്നിട്ടുണ്ടായിരുന്ന 35/100 തല കുത്തനെ റെസിപ്രോക്കൽ ആയിട്ട് മാറും. 100/35 ആവും. അത് മാത്തമാറ്റിക്കൽ റൂൾ ആണ്. ഒരു റിയാക്ഷൻ ഉണ്ടാവും എന്നുള്ളത്. ഇനി നമുക്ക് P വാല്യൂ കണ്ടുപിടിക്കാൻ എളുപ്പല്ലേ? 2240 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 0 എക്സ്ട്രാ വരും എന്നുള്ളതാണ്. ഡിവൈഡഡ് ബൈ 35. അപ്പൊ എത്രയായി? 2,24,000 35 കൊണ്ട് ഹരിക്കുക എന്നുള്ളതാണ്. 2,24,000 35 കൊണ്ട് ഹരിച്ചാൽ കറക്റ്റ് 6,400 എന്ന് കിട്ടും. ഞാൻ ഓൾറെഡി ഇവിടെ ചെയ്ത് വെച്ചുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് ചെയ്യണത്. ചെയ്ത് കാണിക്കണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. 2,24,000 35 കൊണ്ട് ഹരിക്കുമ്പോൾ കറക്റ്റ് 6,400 എന്ന് കിട്ടും. 6,400 എന്താ? P ആണ്. ചോദ്യം നമ്മളോട് ചോദിച്ചത് എന്താ? Pന്റെ വാല്യൂ എന്താണെന്നാണ്. എത്തിയോ? യെസ്. ഇപ്പൊ ചോദ്യം കാണുന്ന സമയത്ത് എന്തോ വലിയ സംഭവമാണ് നമുക്ക് തോന്നും. പക്ഷെ അതിൽ ഉദ്ദേശിച്ച സാധനം മനസ്സിലാക്കിയിട്ട് അതിനെ മാത്തമാറ്റിക്കലി എഴുതി വരുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണത് എന്നുള്ളത്. അതിനാണ് നമ്മൾ മീനിങ് മനസ്സിലാക്കുന്നത്, മാത്തമാറ്റിക്കൽ എഴുതണം എന്ന് പറയുന്നതും ഒക്കെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുമോ? Can we move? Yes, very good. ഇനി അടുത്ത ക്വസ്റ്റ്യനും സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ തന്നെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം? ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു സമയം തരാം. ഓക്കെ, സെയിം സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ തന്നെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇവിടെ നമ്മുടെ ഉത്തരം 6,400 ആയിരുന്നു. 6,400 ആൻസർ കീലുണ്ട്. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതേ സെറ്റില് മാത്സിന്റെ വേറെ ക്വസ്റ്റ്യൻ ആണ്. അതും സിമ്പിൾ ഇൻട്രസ്റ്റിൽ നിന്ന് തന്നെയാണ് ചോദിച്ചത്. ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. നിങ്ങളൊന്ന് ചെയ്യാൻ ഒരു ശ്രമം നടത്തൂ. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെ അറബിക്കിന്റെ സെറ്റ് ആണോ? അറബിക്കിന്റെ അല്ല, എഡ്യൂക്കേഷന്റെ സെറ്റ്. ഓക്കെ, ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. പെട്ടെന്ന് ചെയ്തു തരുന്ന ഒരു സാധനമാണ്. ട്രൈ ചെയ്ത് നോക്കൂ. ഞാനൊരു 5 മിനിറ്റ് തരാം. നമ്മളൊക്കെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് തിരിച്ചടവ് നടത്തുന്ന അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആലോചിച്ചാൽ പെട്ടെന്ന് ആൻസർ കിട്ടും. ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വല്ല വഴിയുണ്ടോ വെച്ചാൽ ഇതാണ് എളുപ്പ വഴി. അതായത് ചോദ്യത്തിന്റെ മീനിങ് മനസ്സിലാക്കുക. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കഥയാണ് പറഞ്ഞെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ സൈഡിൽ എഴുതി വെക്കുക. എന്നിട്ട് ആ ഇക്വേഷന്റെ അകത്തേക്ക് തന്ന സാധനങ്ങൾ ഫില്ല് ചെയ്യുക. ഇല്ലാത്ത സാധനത്തിനെ കണ്ടുപിടിക്കുക. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ എഴുതുക. സാധനങ്ങൾ ഫില്ല് ചെയ്യുക. ഇല്ലാത്ത സാധനത്തിനെ കണ്ടുപിടിക്കുക. അതിലപ്പുറത്തേക്കൊരു ഷോർട്ട് ട്രിക്ക് എന്റെ അറിവിലില്ല. ഓപ്ഷൻ 3 പറയുന്നു 2 years ശ്രദ്ധിച്ചില്ല. അങ്ങനെയാണെങ്കിൽ 2 ആയിരിക്കും. 2 years ശ്രദ്ധിച്ചാൽ 2 years നോക്കാം നമുക്ക്. കുറേ ബി സി ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത് ഒരുപാട് സന്തോഷം. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സംഭവം ആദ്യം നമുക്ക് ചോദ്യത്തിന്റെ നമ്മളെ സ്വാഭാവികമായിട്ടുള്ള നമ്മളെ രീതി ചോദ്യത്തിന്റെ മീനിങ് മനസ്സിലാക്കുക, പിന്നെ മാത്തമാറ്റിക്കലി എഴുതുക, ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ രീതി. എന്നുള്ളതുകൊണ്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ചോദ്യത്തിന്റെ മീനിങ് മനസ്സിലാക്കലാണ്. ചോദ്യം പറയാണ്, എ പേഴ്സൺ ടേക്സ് എ ലോൺ ഓഫ് ₹5,000 at 5% simple interest. He returns ₹3,000 at the end of 1 year. How much he would have to pay in order to clear his dues at the end of
സെക്കൻഡ് ഇയർ. ഈ ചോദ്യത്തിന്റെ മീനിങ് മനസ്സിലായ ആരെങ്കിലും ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റും? നിങ്ങളുടെ മനസ്സിലാക്കൽ എങ്ങനെയാണെന്ന്, ആ സ്റ്റാൻഡേർഡ് എവിടെ എത്തിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, ലെവൽ എവിടെ എത്തിയെന്ന് അറിയാൻ വേണ്ടി. ആരെങ്കിലും ഒരാള് ചോദ്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലായ മീനിങ് ഒന്ന് പറയാൻ പറ്റുമോ? പറയൂ. ബ്രേക്ക് ആയി. 5000 രൂപ അതില് ഒരു വർഷത്തിന്റെ ലാസ്റ്റ് 3000 തിരിച്ചടച്ചു. തിരിച്ചടച്ചോ? 2 വർഷം 2 വർഷം ഇതേ രൂപത്തിലാണെങ്കിൽ എത്ര ഇനി ബാക്കി അടക്കാനുണ്ടാകും? എത്ര ഈ ബാക്കി അടക്കാനുണ്ടാവും? യെസ്, വെരി ഗുഡ്. ഒരാള് 5000 രൂപ 5% പലിശ നിരക്കില് സിമ്പിൾ ഇൻട്രസ്റ്റ് പലിശ നിരക്കിൽ എന്ത് ചെയ്യാണ്? ലോൺ എടുത്തു. 2 വർഷത്തെ ലോണാണ്, 2 വർഷ കാലാവധിയുള്ള ലോണാണ്. 1 വർഷം കഴിഞ്ഞപ്പോൾ മൂപ്പരാള് ആ ലോൺ എമൗണ്ട് എന്ന് പറയുമ്പോൾ പലിശ അടക്കം അവിടെ കൂടിയിട്ടുണ്ടാവും. ആ എമൗണ്ടിലേക്ക് മൂപ്പര് എന്ത് ചെയ്തു? 3000 രൂപ അടച്ചു തീർത്തു. അങ്ങനെയാണെങ്കിൽ 2ാമത്തെ വർഷം അതിന്റെ മെച്യൂരിറ്റി വരുമ്പം ഇനി അതിലേക്ക് എത്ര അടയ്ക്കാനുണ്ടാവും എന്നുള്ളതാണ് ഈ ചോദ്യം. ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കുന്ന നമ്മുടെയൊക്കെ ഒരു സിറ്റുവേഷൻ ആലോചിച്ചാൽ പരിപാടി തീരും. അപ്പൊ കാര്യം സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സൈഡിൽ ഇങ്ങനെ എഴുതി വെക്കണം സിമ്പിൾ ഇൻട്രസ്റ്റ് ഇക്വേഷൻ. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു PRT. അപ്പൊ ഒരു മനസ്സമാധാനാണ് അതിനെങ്ങനെ കാണുമ്പോൾ. ഓക്കെ, PRT by 100. ഇതാണ് സിമ്പിൾ. ചെയ്യാതെ പറയാൻ പറ്റൂല നമുക്കപ്പോ? ചെയ്യാതെ പറയാം എന്നുള്ള സാധനം ഞാൻ ആദ്യമേ പറഞ്ഞ തുടക്കക്കാർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം അത് പറയാത്തത്. പക്ഷെ ഞാൻ ആദ്യം മെൻഷൻ ചെയ്തു നമ്മൾക്കത് നമ്മളെ പറ്റി ആലോചിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടും എന്നുള്ള സാധനം. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ സൈഡിൽ അവിടെ എഴുതി വെക്കാം. അപ്പൊ ഈ സാധനം സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് റൺ ചെയ്യുന്നത്. 2 വർഷ കാലാവധിയുള്ള ലോണ്. ആദ്യത്തെ വർഷം അയാൾ കുറച്ച് തിരിച്ചടവ് നടത്തുന്നു, 2ാമത്തെ വർഷം അതിന്റെ ബാക്കി അടച്ചാൽ മതി. അപ്പൊ ആദ്യത്തെ വർഷത്തെ കഥ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇയറിലെ കഥ നമുക്ക് നോക്കാവേ. ഫസ്റ്റ് ഇയറിലെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ അയാൾ എത്ര അടയ്ക്കേണ്ടി വരും എന്നറിയണമെങ്കിൽ അയാൾക്ക് ഫസ്റ്റ് ഇയറിൽ എത്ര പലിശ വേണ്ടി വരും എന്നറിയണം. ഓക്കെ, ഫസ്റ്റ് ഇയറിൽ അയാൾ എത്ര പലിശ അടയ്ക്കേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര അടയ്ക്കേണ്ടി വരും ആദ്യത്തെ വർഷം. അപ്പൊ P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5000 ആണ്. R എന്ന് പറഞ്ഞ 5% T എന്ന് പറഞ്ഞ ആദ്യത്തെ 1 വർഷം എന്ന് പറഞ്ഞാൽ 1 വർഷ കാലാവധിയാണ്. by 100 ആണ്. ഓക്കെ, അപ്പൊ 2 0 വെട്ടുന്നു, 50നെ 5 കൊണ്ട് ഗുണിച്ച് 5 5 25, 250 എന്ന് പറഞ്ഞ ആദ്യത്തെ വർഷം അയാൾക്ക് പലിശ ഇനത്തിൽ അടയ്ക്കേണ്ടി വരിക 250 ആണ്. പക്ഷെ ഈ ലോൺ എന്ന് പറഞ്ഞാൽ പലിശ മാത്രം തിരിച്ചടച്ചാൽ പോരാ, പ്ലസ് ആര് കൂടെ വരും? മുതലും കൂടെ, അതായത് ലോൺ എടുത്ത എമൗണ്ടിന്റെ കൂടെ. അപ്പൊ ആദ്യത്തെ വർഷം അയാൾ 5250 രൂപ എന്തായിണ്ടാവും? അടയ്ക്കാനായിട്ട് അവിടെ അക്യുമുലേറ്റ് ആയി കിടന്നുണ്ടാവും. ആ 5250 ആ 1 വർഷത്തെ എൻഡില് മൂപ്പർ എന്ത് ചെയ്യുന്നത്? 3000 രൂപ തിരിച്ചടയ്ക്കുന്നത്. ഇനി അതിലേക്ക് 2250 കൂടി അടച്ചാൽ മൂപ്പരെ ലോണ് ക്ലോസ് ആവും. ഈ സ്റ്റേജ് വരെ ക്ലിയർ ആണോ? ഓക്കെ, ഇനി ആദ്യത്തെ വർഷം കഴിഞ്ഞു. ഇനി 2ാമത്തെ വർഷം അയാൾക്ക് 5000ന്റെ മേലെ പലിശ കാണണ്ട. കാരണം എന്താ? ആ 5000 ആദ്യത്തെ വർഷത്തെ 250 അടക്കമുള്ള 5250ലേക്ക് മൂപ്പര് 3000 രൂപ അടച്ചു കഴിഞ്ഞ് ഇനി മൂപ്പർക്ക് പലിശ കാൽക്കുലേറ്റ് ചെയ്യുക എന്തിന്റെ മേലെയാ? ബാക്കിയുള്ള എമൗണ്ടിന്റെ മേലെയാ. അപ്പൊ 2ാമത്തെ വർഷമായ മെച്യൂരിറ്റി പീരീഡിന്റെ 2ാമത്തെ സെക്കൻഡ് ഇയറില് അയാളുടെ പലിശ കണക്കാക്കുക ബാലൻസ് കിടക്കുന്ന 2250ന്റെ മേലെയായിരിക്കും. അപ്പോ ആ വർഷം 2ാമത്തെ വർഷം അയാളുടെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് വരിക? ബാലൻസ് ഉള്ള 2250 ആയിരിക്കും അയാളുടെ പ്രിൻസിപ്പൽ ഇൻറ്റു പലിശയ്ക്കൊന്നും മാറ്റം ഉണ്ടാവില്ല. പക്ഷെ 2ാമത്തെ വർഷം എന്ന് പറഞ്ഞാൽ 1 വർഷമാണ് ബാക്കിയുള്ളത്. സോ by 100 എന്ന് വരും. 2250ന് ഇപ്പം ഈ 0 വെട്ടുന്നു. അല്ല, അപ്പൊ 2 വർഷം കൊണ്ടല്ലേ അടക്കാനുള്ള? 2 വർഷം കൊണ്ടാണ് അടയ്ക്കേണ്ടത്. പക്ഷെ ഇയാള് ആദ്യത്തെ വർഷം എന്ത് ചെയ്തു? 3000 രൂപ പലിശയിലേക്ക് മുതലിലേക്ക് 3000 അടച്ച് ഇനി അയാൾക്ക് 5000ന്റെ മേലെ പലിശ കണക്ക് കൂട്ടുന്നത് എത്തിക്സ് ആണോ? അങ്ങനൊരു പരിപാടി ഇല്ലല്ലോ. അയാൾ അടച്ചു കഴിഞ്ഞ് ബാക്കിയുള്ളതിന്റെ മേലെ എന്ത് ചെയ്യും? 2000 രൂപക്കുള്ളത് അടിച്ചാ പോരെ? അല്ല, നമ്മളോട് ചോദിക്കുന്ന 2 വർഷം കൊണ്ട് ഇനി എത്ര തിരിച്ചടക്കേണ്ടതെന്നല്ലേ? അറ്റ് ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് ഇയർ അയാൾക്ക് ഇനി എത്ര ഡ്യൂ ഉണ്ടാവും? നമ്മളിപ്പോ ആലോചിച്ചൊക്കെ, നമ്മൾ ലോൺ എടുത്തെന്ന് വിചാരിക്കുക. നമ്മൾ ലോൺ എടുത്തിട്ട് നമ്മളെ കയ്യിൽ കുറച്ച് പൈസ വന്നപ്പോ നമ്മൾ എന്ത് ചെയ്തു? ആ ലോണിന്റെ മെച്യൂരിറ്റി പീരീഡ് കഴിയുന്നതിന് മുമ്പ് പലിശയായിട്ട് അടയ്ക്കുന്നതിന് വരെ നമ്മളെ കയ്യിൽ വന്ന ബാലൻസ് എമൗണ്ട്, കുറച്ച് കയ്യിൽ പൈസ വന്ന ക്യാഷ് ആ ലോണിലേക്ക് നമ്മൾ അടച്ചു. ഇനി അതിന്റെ ബാക്കിയുള്ള മാസങ്ങളിൽ നമുക്ക് പലിശ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം എടുത്ത എമൗണ്ടിന്റെ മേലെ അല്ല.
നമ്മൾ ഗോൾഡ് പണയം വെക്കുമ്പോഴായാലും അല്ലെങ്കിൽ ലോൺ എടുക്കുന്ന സമയത്തായാലും നമ്മൾ കുറച്ച് എമൗണ്ട് കയ്യിലുള്ളത് തിരിച്ചങ്ങോട്ട് അടച്ചു കഴിഞ്ഞാൽ അടച്ചതിന്റെ ബാക്കി തുകേന്റെ മേലെയാണ് എന്ത് ചെയ്യുന്നത് പിന്നെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതല്ലേ ബാങ്കിങ് രീതി. അത് മനസ്സിലായി. അതല്ല നമ്മളോട് ചോദിക്കുന്നത് 2 ഇയർ അല്ലേ ഇവിടെ ചോദിക്കുന്നത് ലാസ്റ്റ് എൻഡ് ഓഫ് ദ 2 years. How much he would വർഷത്തെ have കാര്യല്ലേ പറയണപ്പോ? in order to clear his dues at the end of the second year. രണ്ടാം വർഷത്തിന്റെ എൻഡിൽ സെക്കൻഡ് ഇയർ ആണല്ലേ? at the end of the second year. ഓക്കെ, അത് NTA-നോട് ചോദ്യം ഇട്ടതിന്റെ അവരുടെ സെന്റൻസ് മിസ്റ്റേക്ക് ആണ്. സെക്കൻഡ് ഇയറിന്റെ എൻഡിൽ അയാൾക്ക് എത്ര ഡ്യൂ ഉണ്ടാവും. ഡ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അടച്ചതൊക്കെ കഴിച്ച് ബാക്കി എത്ര എന്നുള്ളതാണ് ഡ്യൂ എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഓക്കെ, അയാൾക്ക് ഇനി 2 വർഷം കൊണ്ട് പറയണ വിചാരിച്ചു. ഇനി എത്ര ഡ്യൂ ബാക്കി ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പൊ 2250 ഇൻറ്റു 5 ഇൻറ്റു 1/100. 100ന്റെ 0 വെട്ടുന്നു 225 ഇൻറ്റു 5/10 എന്നായി മാറും. 225ന് 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 1125 എന്ന് കിട്ടും. ഓക്കെ, 1125/10. 1125നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ 112.5 എന്ന് ഉത്തരം കിട്ടും. എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വർഷം സെക്കൻഡ് ഇയറിൽ അയാൾക്ക് പലിശ ഇനത്തിൽ അടയ്ക്കാനുണ്ടാവുക 112.5 പക്ഷെ പലിശ മാത്രം അടച്ചാൽ പോരാ, ബാലൻസ് ഉള്ള 2250 എന്നാണ് കേട്ടോ. 2250 പലിശ ഇനത്തിലേക്കുള്ള 112.5 ആണ് അയാൾ അടയ്ക്കേണ്ടി വരിക. അപ്പൊ എത്രയായി? അല്ല മാം, അതിൽ അവിടെ ഈ 2250 പിന്നെ എങ്ങനെ വന്നത്? ശരിക്കും രണ്ടാമത്തെ വർഷം പിന്നെ അയാൾക്ക് 2000 അല്ലേ ബാലൻസ് ഉണ്ടാവുക? അതെങ്ങനെ? 5000 പലിശയായ 250 5250. അല്ല, 5000 അയാൾ 3000 തിരിച്ചടച്ചില്ലേ? 5000ലേക്കല്ല 3000 തിരിച്ചടക്കണത്. 5000 പ്ലസ് ആ ഒരു വർഷത്തെ പലിശയിലേക്ക് കൂട്ടണം. 250ലേക്കാണ് 3000 അടയ്ക്കുന്നത്. വർഷം കഴിയുമ്പോൾ പലിശ ഉണ്ടാവുമല്ലോ. അതാണ് 2362.5 അയാൾ ഇനി തിരിച്ചടയ്ക്കാനുണ്ടാവുക രണ്ടാമത്തെ വർഷത്തിന്റെ എൻഡില് ക്ലിയർ ചെയ്യാനുള്ള ഡ്യൂ ഉണ്ടാവുക. അപ്പൊ NTA-ക്ക് ഒരു ചില ചോദ്യങ്ങളിൽ NTA ഒരു പരിപാടി നടത്താറുണ്ട്. നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ശരി ഉത്തരം അങ്ങനെ കറക്റ്റ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് ഓപ്ഷനുകളിൽ ഉണ്ടാവാറില്ല. അങ്ങനത്തെ കേസിൽ ഏറ്റവും തൊട്ടടുത്ത് നിൽക്കുന്ന നിയറസ്റ്റ് സംഖ്യയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഉത്തരമായിട്ട് എടുക്കേണ്ടത്. അപ്പൊ 2362.5 ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഓപ്ഷൻ തന്നിരിക്കുന്നതിൽ ഏതാ? 2350. സോ ദാറ്റ് വിൽ ബി ദ റൈറ്റ് ആൻസർ. 2 പറഞ്ഞ ആളുകൾ എവിടെയാ തെറ്റിയെന്ന് ആലോചിക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ ഇപ്പൊ ചോദിക്കുക, ഞാൻ ക്ലിയർ ചെയ്ത് തരും. ലാസ്റ്റ് സ്റ്റെപ്പില്ലേ 2250 112.5 ആഡ് ചെയ്തില്ലേ? അതെന്തിനാ? 2250 ആണ് ഇനി അയാൾ അടയ്ക്കാനുള്ളത്. എപ്പോ? ഒരു വർഷം കഴിഞ്ഞപ്പം. 2 വർഷത്തെ മെച്യൂരിറ്റി ഉള്ള ലോണാണ്. ഒരു വർഷം കഴിഞ്ഞിട്ട് 2250 ബാക്കിയാവുന്നു എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ വർഷത്തിന്റെ എൻഡ് ആവുമ്പം ഈ 2250ന്റെ മേലെ പലിശ വേണ്ടേ? കത്തിയോ? എത്ര തവണ എത്ര ദിവസം ഒരു സിംഗിൾ ഡേ 24 hours നമുക്ക് ലോൺ ഡ്യൂ ആവുന്നെങ്കിൽ പോലും ബാങ്ക് നമ്മളോട് പലിശ മേടിക്കും, ഒരു ദിവസമാണെങ്കിൽ പോലും. ഇപ്പൊ 2250 രൂപ അയാൾക്ക് ഇനി ബാക്കി അടയ്ക്കാണ്ട് പിന്നെ ഒരു കൊല്ലം ബാക്കി കിടക്കുകയാണ്. ആ ഒരു കൊല്ലം അയാൾ പലിശ അടയ്ക്കണം. ആ പലിശയാണ് നമ്മൾ എവിടെ കണ്ടത്? 112.5 എന്ന് കണ്ടത്. ചോദിച്ച ആള് എനി അതർ ഡൗട്ട്സ്? സി കിട്ടിയ ആളുകള് കൺഗ്രാജുലേഷൻസ്. കറക്കി കുത്തിയതാണെങ്കിൽ എവിടെയാണ് തെറ്റിയത് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ക്ലാരിഫൈ ചെയ്യുക. കുറെ 2 വന്നിട്ടുണ്ടായിരുന്നു. ആ 2 വന്നവരൊക്കെ തെറ്റിയ പോർഷൻ എവിടെയാണെന്ന് ആലോചിക്കുക കേട്ടോ. ഓക്കെ, ഇൻട്രസ്റ്റിന്റെ ചോദ്യം ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും ചോദിക്കും. ഓക്കെ, ഒരു ചോദ്യം എന്തായാലും ഇൻട്രസ്റ്റിന്റെ ചോദ്യം ഉണ്ടാവും. അത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണോ എന്നുള്ളത് NTA-ന്റെ ഇതിൽ വരുന്നതാണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ചോദിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചോദിച്ചാൽ ചെയ്യാൻ സ്റ്റെപ്പുകൾ കൂടുതൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഇൻട്രസ്റ്റ് പഠിച്ചിട്ട് പോവാം. ഓക്കെ, അപ്പൊ അത്രയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, എൽസ് വി കാൻ ഫൈൻഡ്. അപ്പൊ ഇതിന്റെ ഷോർട്ട് കട്ട് എങ്ങനെ വരാ മിസ്സേ? ഇതിനിപ്പോ എന്താ പ്രത്യേകിച്ച് ഷോർട്ട് കട്ടുകൾ? എനിക്ക് പ്രത്യേകിച്ച് മാത്സിലെ ഷോർട്ട് കട്ടുകളെ കുറിച്ച് അറിയില്ല. ഞാൻ ഷോർട്ട് കട്ടുകൾ പഠിച്ചിട്ടില്ല, ഷോർട്ട് കട്ടുകൾ പഠിപ്പിക്കാറുമില്ല. അതുകൊണ്ട് അതിനെ പറ്റിയുള്ള റിസർച്ചുകളും ഞാൻ നടത്താറില്ല. ഇതിന്റെ ഇക്വേഷൻ എങ്ങനെ വരിക?
ഇക്വേഷൻ SI is equal to PRT by 100. അതിനെയാണല്ലോ നമ്മളിവിടെ മാനിപ്പുലേറ്റ് ചെയ്ത്. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷനെ നമ്മളിവിടെ മാനിപ്പുലേറ്റ് ചെയ്തത് അല്ലേ? നോക്കി നോക്ക് നിങ്ങള് നെറ്റ് വെച്ച് കഴിഞ്ഞ ചോദ്യം. ഉദ്ദേശിക്കുന്നത് PRT-യിലെ 6 ഇൻട്രസ്റ്റ് ഉദ്ദേശിച്ചത്. PRT-യിലെ P പ്രിൻസിപ്പൽ എമൗണ്ട്, 6 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, T ടൈം പീരീഡ്. P എന്തായിരുന്നു? P പ്രിൻസിപ്പൽ എമൗണ്ട് മുടക്ക് മുതൽ, 6 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, T ടൈം പീരീഡ്. ക്ലാസ് കഴിഞ്ഞോ? കഴിഞ്ഞു, പറയൂ. അപ്പൊ ഈ സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനും പിന്നെ മറ്റേ വേറെ ഇൻട്രസ്റ്റ് കൂടെ പറഞ്ഞില്ലേ മാം? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇക്വേഷൻ എന്താ അപ്പൊ? അത് പിന്നെ എടുക്കുവോ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എടുക്കുമോ? നമ്മൾ ചോദ്യം ചെയ്യുന്ന സമയത്ത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എടുക്കും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇക്വേഷൻ ഞാനിവിടെ എഴുതാം. ഇത്രേ ഉള്ളൂ മാം, ഇത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. P into 1 plus R by 100 whole raised to N. ഇതാണ് A is equal to P into 1 plus R by 100 whole raised to N. ഇതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ. A is equal to P into 1 plus R by 100 whole raised to N എന്നാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ വരിക. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇക്വേഷൻ ചോദ്യങ്ങൾ ചെയ്യുന്ന സമയം കുറച്ചുകൂടി കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്.